والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. വല്ലപ്പുഴ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ശാക്തീകരണത്തിന് ചുക്കാൻ പിടിച്ച ഒരു പിടി ദിഷണാശാലികളായ നേതൃനിരയെ സമൂഹത്തിന് സംഭാവന ചെയ്ത സമ്പന്നമായ പ്രദേശം. രാത്രികാല പ്രസംഗങ്ങൾക്കും കാളപ്പൂട്ടിനും പേരുകേട്ട ഗ്രാമത്തിലെ ദീനീ പ്രസരിപ്പ് വിളിച്ചോതുന്നവയാണ് സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ സമ്മേളനവും പഴക്കമേറിയ ചെമ്മൻകുഴി ദർസും വല്ലപ്പുഴ യത്തീംഖാനയും. പഴമയുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിനോടൊപ്പം ആധുനിക കാലത്തെ സാധ്യതകൾ മുന്നിൽ കണ്ട് പ്രബോധനത്തിൻ്റെ പുത്തനധ്യായം കുറിക്കുകയാണ് ചെമ്മാട് ദാറുൽ ഹുദയുടെ പാലക്കാട് ജില്ലയിലെ പ്രഥമ സഹസ്ഥാപനം വല്ലപ്പുഴ ദാറുൻ നജാത്ത്. 1996 ദീനീ പ്രജനനം ലക്ഷ്യമിട്ട് പുത്തൻപീടിയേക്കൽ വീരാൻ ഹാജി തൻ്റെ 2 ഏക്കറോളം വരുന്ന സ്ഥലം വഖഫ് ചെയ്യുകയും സെക്കൻഡറി മദ്രസയും തയ്യൽ പരിശീലനവും പ്രസ്ഥാനത്തിൽ തുടർന്നുകൊണ്ടിരിക്കെ കാലോചിതമായി പ്രവർത്തിക്കണമെന്ന തിരിച്ചറിവായിരുന്നു സ്ഥാപന നേതാക്കളെ മർഹൂം പറപ്പൂർ ബാപ്പുട്ടി ഉസ്താദിൻ്റെ അടുക്കലെത്തിച്ചത്. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ അലയൊലി തീർത്ത മാനിപ്പാടത്തെ നാലാൾ താഴ്ചയിൽ ബാപ്പുട്ടി ഹാജി പടുത്തുയർത്തിയ ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഓരം ചേർന്ന് ദാറുൻ നജാത്തും വളരുകയായി. സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ ഖ്യാതി കേട്ടറിഞ്ഞെത്തിയവരിൽ ആദ്യ 40 പേരെ തിരഞ്ഞെടുത്ത് അഡ്മിഷൻ നൽകി അറിവിനൊരിടം തീർക്കണമെന്ന പി വീരാൻ ഹാജിയുടെ നിശ്ചയദാർഢ്യത്തിലും ദിഷണാശാലിയായ മർഹൂം EK കമാലുദ്ദീൻ ഉസ്താദിൻ്റെ ക്രാന്തദർശിത്വത്തിലും ഒരു പറ്റം ഉലമാക്കളുടെയും ഉമറാക്കളുടെയും കാർമ്മികത്വത്തിൽ 2001 ഡിസംബറിൽ ആദ്യ ബാച്ചിന് അഡ്മിഷൻ നൽകി പ്രവർത്തനം ആരംഭിച്ചു. തുടക്കകാലം വെല്ലുവിളികളുടേതായിരുന്നു. 2 ഏക്കറോളം വിശാലമായ ഭൂമിയിലെ ജലലഭ്യതയും വിദ്യാർത്ഥികളുടെ ദൈനംദിന ചിലവും ചോദ്യചിഹ്നങ്ങളുയർത്തിയപ്പോൾ അവയെയെല്ലാം നേരിട്ടത് എല്ലാം നാഥനിലർപ്പിച്ച കർമ്മോത്സുകരായ പ്രവർത്തകരുടെ സമയോചിത ഇടപെടലുകളിലൂടെയും സഹായാഭ്യർത്ഥനകളുമായി കയറി ചെന്നപ്പോൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച മഹല്ലത്തുകാരുടെയും സ്വദേശത്തും വിദേശത്തും ജീവിതം തുന്നിച്ചേർക്കുന്നതിനിടയിൽ സ്ഥാപനത്തിലേക്കൊരു വിഹിതം മാറ്റിവെച്ച ഉദാരമതികളുടെ കലവറയില്ലാത്ത സംഭാവനകളിലൂടെയുമായിരുന്നു. സ്ഥാപനം പിന്നിട്ട് 4 വർഷമായപ്പോഴേക്കും അമരക്കാരനായി മുന്നിൽ നിന്ന മർഹൂം EK കമാലുദ്ദീൻ ഉസ്താദിന്റെ വിയോഗം തീർത്തത് വലിയൊരു വിടവായിരുന്നു. ആ ശൂന്യതയിലേക്ക് മർഹൂം EK കുഞ്ഞുമണി മുസ്ലിയാരുടെയും 2007 സ്ഥാപനത്തിന്റെ അമരക്കാരനായി മർഹൂം താജുസാദാത്ത് ഷെയ്ഖുന സയ്യിദ് KPC തങ്ങളുടെയും നേതൃത്വത്തിൽ പുതിയ സംഘം സ്ഥാപനത്തിന്റെ വളയം പിടിച്ചതോടെ നജാത്തിന്റെ ചരിത്രം മാറുകയായിരുന്നു. പുതിയ അധ്യയന വർഷങ്ങളിൽ വിദ്യാർത്ഥികൾ ഇരട്ടിച്ചു വന്നതോടെ സ്ഥാപനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായപ്പോൾ ക്യാമ്പസിന്റെ ആദ്യ 4 ബാച്ചുകാരെ ദാറുൽ ഹുദയിലേക്കും മറ്റു സഹസ്ഥാപനങ്ങളിലേക്കും പറഞ്ഞയച്ച് താൽക്കാലിക ആശ്വാസം കണ്ടെത്തി. ക്രമേണ പ്രവർത്തകരുടെ കർമ്മസാഫല്യത്തിന്റെ അടയാളമായി മറ്റു സഹസ്ഥാപനങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കത്തക്ക വിധം സ്ഥാപനം വളർന്നു. ഒടുവിൽ 2012 സ്ഥാപനത്തിന്റെ ആദ്യ ബാച്ച് പുറത്തിറങ്ങി പുതുചരിത്രം സൃഷ്ടിച്ചു. നിലവിൽ 12ഓളം ബാച്ചുകളിലായി 200-ൽ പരം വിദ്യാർത്ഥികൾ ദഅവി പ്രവർത്തനങ്ങളിലായി രാജ്യത്തിനകത്തും പുറത്തും സദാ വ്യാപൃതരാണ്. ദഅവി പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുവാൻ അത്യാധുനിക സൗകര്യങ്ങളടങ്ങിയ കമ്പ്യൂട്ടർ ലാബ്, കാലത്തിന്റെ തുടിപ്പിനൊപ്പം സഞ്ചരിക്കുന്ന 4 ഭാഷകളിൽ വിവിധ ഇനം ഗ്രന്ഥങ്ങളടങ്ങിയ വിശാലമായ ലൈബ്രറി, പ്രാമാണിക തഫ്സീറുകളടങ്ങിയ ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറി, സയൻസ് ലാബ്, വിദ്യാർത്ഥികളുടെ ഉന്നത പഠനം ലക്ഷ്യം വെച്ച് സജ്ജീകരിച്ച ഓഡിയോ വിഷ്വൽ ലാബ് തുടങ്ങിയ സജ്ജീകരണങ്ങൾ ഈ അറിവിന്റെ ഉപാസകർക്കാവശ്യമായ യാത്രാപാഥേയങ്ങളാണ്. പഠന പാഠ്യേതര വിഷയങ്ങളിൽ വിദ്യാർത്ഥികളെ പരിപോഷിപ്പിക്കുവാൻ വിദ്യാർത്ഥി സംഘടന നാദിയ സജീവമാണ്. കാലോചിത പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും പ്രബുദ്ധരാക്കുവാൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടന നിശാൻ കർമ്മനിരതരാണ്. 10 വർഷത്തെ പഠനത്തിനൊടുവിൽ സമുദായത്തിന്റെ നിഖില മേഖലകൾ കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തരായ പണ്ഡിതരെ സ്ഥാപനം നാടിന് കൈമാറുന്നു. 20ഓളം അധ്യാപകർക്കു കീഴിൽ 300ഓളം വിദ്യാർത്ഥികളുമായി നിറവാർന്ന 30 ആണ്ടിന്റെ പാരമ്പര്യത്തിൽ പ്രശോഭിച്ചു നിൽക്കുകയാണ് സ്ഥാപനം. അറിവും അദബും ഉൾച്ചേർന്ന പഠനരീതിയെ ഇന്ധനമാക്കി സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ പുതുചരിത്രം തീർക്കാനുള്ള യജ്ഞത്തിലാണ് വിദ്യാർത്ഥികൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉദാരമായി സംഭാവനകൾ നൽകി കൂടെ നിന്നവർ, സ്ഥാപനത്തിന് വേണ്ടി അഹോരാത്രം ഓടി നടന്നവർ, എല്ലാവർക്കും നാഥൻ അർഹമായ പ്രതിഫലം നൽകട്ടെ.